ഇവിടുന്ന് ഭൂമിയിലോട്ട് അയക്കാൻ പോകും. അപ്പോഴീ കുട്ടികളെ പേടിച്ചു. കാരണം അവർക്ക് ഭൂമി എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിഞ്ഞോളൂ. അപ്പൊ ഈ കുട്ടികൾ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ, ഇങ്ങനെ ഭൂമി എന്ന് ഒന്നിനും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സ്വർഗത്തിൽ നിങ്ങളെ നോക്കുന്ന മാലാഖമാർ, ഈ മാലാഖമാർ നിങ്ങളെ എവിടെ കൊണ്ടുപോകും? ഭൂമി. ഒരു കുട്ടി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങൾ അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങളൊന്നും അറിയില്ല. അപ്പോ കുട്ടി ചോദിച്ച്, ഞങ്ങൾ അവിടെ ചെന്നാ ഞങ്ങളെ ആര് നോക്കും? അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലും, നിങ്ങളെ നോക്കാനായിട്ട് അവിടെ ഒരാൾ കാത്തിരിക്കും. കുട്ടി ചോദിച്ചാൽ, അത് ഞങ്ങൾക്ക് ആരെന്ന് അറിഞ്ഞൂടല്ലോ. ദൈവം പറഞ്ഞു, നമ്മൾ ഇതൊരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആകേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മറുപടിയിൽ ഒരു വാല്യൂ. അദ്ദേഹം പറഞ്ഞു, എന്റെ തൊഴിൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്, അല്ലാതെ മൺവണ്ടിയിൽ വെട്ടാനോ കളിക്കാനുള്ളതാണ് അല്ല. എനിക്ക് ഒരേ ഒരു തൊഴിലേ അറിയാവും, അതെന്താണ്? സിനിമ അഭിനയം. നീ ധരിച്ചിങ്ങനെ ഓവർകോട്ട് ഞങ്ങളുടെ ഷൂസ് ഉടക്കാനേ കൊള്ളൂ. ഈ പഴക്കോട്ട് കൊണ്ട് നീ ഞങ്ങളുടെ അടുത്ത് വരാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇങ്ങനെ 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 ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് താഴ്ന്ന തരം വാക്കുകൾ പറഞ്ഞ് എബ്രഹാമിനെ വേദനിപ്പിച്ചു. അന്ന് എബ്രഹാം ലിങ്കൺ സ്കൂൾ വിട്ട സമയത്ത് നേരെ ഓടി അമ്മയുടെ അടുത്തിരുന്നു. ഈ ബാഗ്, സ്കൂൾ ബാഗ് നേരെ അമ്മയുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അമ്മയോട് എന്താ പറഞ്ഞെന്നറിയോ? അമ്മ അപ്പൊ വാക്കിനുകൊണ്ട് അപാരം ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ചുമ്മാ ഞാൻ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരിക്കലും ശാപവാക്കുകൾ, നമ്മുടെ കുഞ്ഞിനെ തളർത്തുന്ന വാക്കുകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. രണ്ടാമത്തത്, നമ്മുടെ കുഞ്ഞിന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അത് ഉയർത്തുക, അത് വളർത്തുക. വേറൊരു കുട്ടിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്, അത് അപകടമാണ്. നമ്മുടെ കുഞ്ഞിന്റെ ഉള്ള കഴിവ് കൂടി നഷ്ടപ്പെടും. ശരിയാണ്. ആരും തലയായിട്ടൊന്നും. അടുത്തത്, നമ്മൾ റോൾ മോഡൽ ആകണം. നമുക്ക് കഠിനമായ കാര്യം, ഇത് കടുപ്പമുള്ള കാര്യമാണ്. ഞാൻ രാവിലെ എൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ പേര് സായി വിഷ്ണുവാണ്. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, സിഗരറ്റ് വലിക്കുന്നത് പോലെ അത് ഭയങ്കരമാണ്. അതിൽ നിക്കോട്ടിനുണ്ട്, ടാറുണ്ട്, ഇതിലൊരുപാട് ക്യാൻസറസ്, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരുപാട് മാരക വസ്തുക്കളുണ്ട്, വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരിക്കലും സിഗരറ്റ് വലിക്കരുത്. മാത്രമല്ല, മോനെ ഓർക്കുക, സിഗരറ്റ് വലിക്കുന്നതിന് അടുത്തുപോലെ നിൽക്കരുത്. പാസ് സ്മോക്കിംഗ് അത് ഭയങ്കര ഡേഞ്ചറാണ്. സിഗരറ്റ് വലിച്ച് വലിയ പുകയില്ല, ആ പുക നമ്മൾ ശ്വസിച്ചിട്ട് അതിനൊക്കെ നമ്മളെന്ന് പറയും. അങ്ങനെ ഞാൻ സിഗരറ്റിനെ കുറിച്ചും സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള മാരക വസ്തുക്കളെ കുറിച്ചും എല്ലാം എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, നോക്കൂ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊടുത്ത് സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ക്യാൻസർ എന്ന മാരക രോഗത്തെ നമ്മൾ വിളിക്കുവാൻ വേണം. അവന് ഒരിക്കലും സിഗരറ്റ് വലിക്കരുത്. മാത്രമല്ല, സിഗരറ്റ് വലിക്കുന്നതിന് അടുത്ത് പോവുകയും ചെയ്തത്. അങ്ങനെയുള്ള കൂട്ടുകെട്ട് നിനക്ക് വേണ്ട. എല്ലാം എൻ്റെ മനസ്സിൽ പോയി മനസ്സിലായി. അച്ഛൻ പറഞ്ഞ എല്ലാം മനസ്സിൽ ഉപദേശിക്കുന്നത്. ഒരു ഹോളിഡേ ആയി, ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വിളിച്ചു, മോനെ വിഷ്ണു, അപ്പൊ കൃഷ്ണകുട്ടി മാമന്റെ കടയിൽ ഒരു ബാഗിൽ ബിൽസ് വാങ്ങിച്ചു. 10 മണിക്ക് ഞാൻ ഏകദേശം 15 മിനിറ്റ് ഉപദേശിച്ചു. സിഗരറ്റ് വലിക്കരുത്, അത് നിക്കോട്ടിനുണ്ട്, ടാറുണ്ട്, ഒരുപാട് ക്യാൻസർസ് എല്ലാം പറഞ്ഞു. എന്റെ പോലെ എല്ലാം മനസ്സിലായി. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, അതൊക്കെ കൃഷ്ണകുട്ടി മാമന്റെ കടയിൽ ഒരു ബാഗ് ബിൽസ് വാങ്ങിച്ചു വെച്ചു. അപ്പൊ അച്ഛൻ ബിൽസ് വാങ്ങാനായിട്ട് പൈസ പോയി കൃഷ്ണകുട്ടി മാമന്റെ കടയിലേക്ക് പോകുമ്പോൾ ചൈൽഡ് സൈക്കോളജിയിൽ നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 3 കാര്യങ്ങൾ എപ്പോഴും കുട്ടികളുണ്ടാവും. 3 ചോദ്യങ്ങൾ. എന്തുകൊണ്ട്, വൈ, വാട്ട്, ഹൗ. സിഗരറ്റ് വാങ്ങാനായിട്ട് പൈസ കൊടുത്തു. ഞാൻ എൻ്റെ മകനോട് രാവിലെ ഉപദേശിച്ച് ഞാൻ സിഗരറ്റ് വാങ്ങാൻ പൈസ കൊടുത്തു. കൃഷ്ണകുട്ടി മാമന്റെ കടയിൽ സിഗരറ്റ് വാങ്ങാനായിട്ട് പോകുമ്പോൾ അവൻ ചിന്തിക്കും, അച്ഛൻ പഠിച്ച ക്യാൻസർ വരില്ലേ, ഞാൻ പഠിച്ചാലേ വരുള്ളൂ. എന്തെങ്കിലും ഈ തമാശ പറഞ്ഞാൽ ഇങ്ങനെ ചോദ്യം എൻ്റെ ഉള്ളിൽ വരും. തീർച്ചയായും എൻ്റെ ഉള്ളിൽ വരും. അച്ഛൻ പഠിച്ച ക്യാൻസർ വരും, ഞാൻ പഠിച്ചാലേ വരുള്ളൂ. എന്ത് സംഭവിക്കുന്നറിയോ? ഞാൻ പറഞ്ഞതൊന്ന് പ്രവർത്തിച്ചത് മറ്റു ഒരിക്കലും അവൻ എന്നെ അനുസരിക്കില്ല.